തീപിടിച്ചവരിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും യാദൃച്ഛികമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടാറ്. പക്ഷേ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ദൈവത്തിന് അതെല്ലാം നന്മയ്ക്കാക്കി മാറ്റാനുള്ള ചില പദ്ധതികളുണ്ട്. റോമ 8:28 നമുക്ക് വളരെ സുപരിചിതമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവിടുത്തെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കാക്കി മാറ്റുന്ന കർത്താവിൻ്റെ ആ സ്നേഹം അത് അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിതം മുഴുവൻ കർത്താവിന് കൊടുക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തെ നമ്മൾ യേശുവിനായി സമർപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ പദ്ധതിയും പ്ലാനും ഒക്കെ ഇട്ട് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നടത്തുന്നതിനേക്കാൾ എത്രയോ മനോഹരമായി ദൈവം നമ്മുടെ ജീവിതങ്ങളെ പണിതുയർത്തുന്ന എന്തുമാത്രം അനുഭവങ്ങൾ നമുക്കുണ്ട്. തീപിടിച്ചവരിൽ നമ്മൾ എത്രയോ വ്യക്തികളെ നമ്മൾ അങ്ങനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഒരു പുതിയ വ്യക്തിയെ പരിചയപ്പെടുകയാണ്. ഡൽഹി നോയിഡ സ്വദേശി ബ്രദർ ജോയി ജോൺ. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾക്ക് കേവലം 10% കാഴ്ചയേ ഉള്ളൂ. 90% കാഴ്ച നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തി കർത്താവിൻ്റെ കരങ്ങളിൽ എങ്ങനെ പ്രയോജനപ്പെടുന്നുവെന്ന് നമ്മൾ കേൾക്കുകയാണ്. വളരെ സ്വാഗതം. ഇതിനു മുമ്പ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് 2 കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ടു പോയ അങ്ങയുടെ ഈ സെയിം രോഗം ഉണ്ടായ ഒരു വ്യക്തി നമ്മുടെ ഈ എപ്പിസോഡിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ രണ്ടാമത് അങ്ങാണ് ഇത്രയും കാഴ്ച പരിമിതനായ ഒരു വ്യക്തി കടന്നു വരുന്നത്. വളരെ സന്തോഷം. ഏത് ജീവിത സാഹചര്യത്തിൽ നിന്നുകൊണ്ടും നമുക്ക് കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും അതിനുള്ള സാധ്യതകളുണ്ട്. മാത്രമല്ല അങ്ങനെ ജീവിതം നമ്മൾ സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് മാറ്റിവെക്കുമ്പോൾ ദൈവം നമ്മൾ എത്ര മനോഹരമായിട്ടാണ് പരിപാടി. നമ്മുടെ പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടെയാണ് അങ്ങയുടെ അനുഭവങ്ങൾ കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നത്. ഈ അനുഭവത്തിലേക്കൊക്കെ വരാനുള്ള ആ തുടക്കം എങ്ങനെയായിരുന്നു? ബ്രദറെ, വലിയൊരു സന്തോഷമുണ്ട് ഇത് എനിക്ക് എല്ലാവരുടെ മുന്നിൽ പറയാനായിട്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ കർത്താവിൻ്റെ ഒരു വേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുമെന്നുള്ളത്. കർത്താവിൻ്റെ വചനം പറയുന്നുണ്ടല്ലോ, നീ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിന്നെ തിരഞ്ഞെടുക്കുകയാണെന്നുള്ളത്. അത് ശരിയായിട്ടൊരു രീതിയിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തിയാണ്. കാരണം എൻ്റെ ഇൻട്രസ്റ്റ് 1990 വരെ എന്ന് ഞാൻ പറയും, ഏപ്രിൽ മാസം വരെ എൻ്റെ ഈ ലോകത്തിൽ എനിക്ക് വലിയ പേരെടുക്കണം. എൻ്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു ആർട്ട് ലൈൻ, നല്ലൊരു ആക്ടറായി വരണം. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാണ് എൻ്റെ കോണി എന്നുള്ളത് വിചാരിച്ചു. അങ്ങനെ ഒരു പ്രൊഡ്യൂസർ വിളിച്ചിട്ടാണ് ഞാൻ നാട്ടിൽ വന്ന് സ്ക്രീൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് പോകാനായിട്ട് നിൽക്കുമ്പോഴാണ് യാദൃച്ഛികമായിട്ട് കർത്താവിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയായിരുന്നു. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു പ്രൊഡ്യൂസർ എന്നെ വിളിച്ചു. എനിക്കൊരു അവാർഡ് കിട്ടി, ഡൽഹിയിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ്. അപ്പോൾ അതിൽ അറ്റൻഡ് ചെയ്ത ആൾ എന്നെ പറഞ്ഞു സ്ക്രീൻ ടെസ്റ്റിന് വേണ്ടി മദ്രാസിൽ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ കാർഡൊക്കെ തന്ന് ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ പിറ്റേ ദിവസം എനിക്ക് പോകണം. തലേ ദിവസം എൻ്റെ ബ്രദറിലോ ഞാൻ സഞ്ചരിച്ച കാറിൽ ഒരു ആക്സിഡൻറ്റ് വരികയാണ്. അപ്പോൾ എനിക്ക് ആ പോക്ക് പോസ്റ്റ്പോൺ ചെയ്യാണ്. അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നി ഈ പോട്ട ആശ്രമം എനിക്ക് ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വിചാരിച്ചു അവിടെ നിന്ന് പോയിട്ട് കാണുക എന്താണ് വചനോത്സവത്തിന് ഞാൻ ഒത്തിരി വായിച്ചു കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോയി കാണുക എന്ന് വിചാരിച്ച് വന്നതാണ്. അത് കർത്താവിൻ്റെ പ്ലാനാണെന്ന് എനിക്ക് തീർച്ചയായും പറയാൻ പറ്റും ഇന്ന്. കാരണം ഇത് 33 വർഷം പിന്നിട്ടു. അപ്പം അങ്ങനെ ഞാൻ വന്ന് ആ പിന്നിൽ നിന്ന് ആദ്യമായിട്ട് ഈ കയ്യടിയും ഹല്ലേലൂയൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ കർത്താവിൻ്റെ ഓരോ വചനങ്ങൾ എൻ്റെ ഉള്ളിൽ ആഴമായി പതിയും തോന്നി. അതിലത്തെ ഒരു വചനം ഞാൻ ഇന്നും എൻ്റെ ഭവനത്തിൽ ആദ്യത്തെ റൂമിൽ എഴുതി വെച്ചിട്ടുണ്ട്, എന്നെ സ്പർശിച്ചത്. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ആ ഒരു വചനം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ മാറ്റൊലി കൊള്ളുന്ന പോലെ തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ 2 ദിവസം കഴിഞ്ഞ് 3-ാം ദിവസം ഓരോരുത്തരുടെ സാക്ഷ്യങ്ങളും അത്ഭുതങ്ങളും കണ്ടപ്പോൾ അറിയാതെ കരഞ്ഞുപോയി ബ്രദറെ. കണ്ണിൽ നിന്നിങ്ങനെ കുടുകുട വെള്ളം വരികയാണ്. എനിക്കറിയില്ല ഞാൻ എന്തിനാ കരയുന്നതെന്നുള്ളത്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയത് 2000 വർഷം മുമ്പ് ഇന്നും ജീവിക്കുന്ന ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ ഇന്ന് ഈ ലോകത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ആഗ്രഹിച്ച് ഒരു പക്ഷേ എൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു ആഗ്രഹം കൊണ്ട് നടന്ന
എന്നെ കർത്താവ് അത്ഭുതങ്ങൾ കാണിച്ച് ഞാനിതാ നിന്റെ അരികെ ഉണ്ട്, ഞാൻ ജീവിച്ചിരിക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അത്ഭുതങ്ങളൊക്കെ എൻ്റെ മുന്നിൽ പ്രവർത്തിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് തകർന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കർത്താവിന് വിട്ടിട്ട്, അല്ലെങ്കിൽ കർത്താവിൻ്റെ ആ വഴിയിൽ നിന്നും വിട്ടിട്ട് ഈ ലോകത്തിൻ്റെ ആഗ്രഹങ്ങളിലേക്ക് പോകാനാണല്ലോ വന്നതെന്ന്. ആ 5 ദിവസത്തെ ധ്യാനം കഴിഞ്ഞപ്പോൾ ഞാനൊരു ഡിസിഷൻ എടുത്തു. ഈ വഴി എനിക്കുള്ള കോഫിയല്ല, അതെനിക്ക് യോജിച്ചതല്ല. കാരണം ഇതിൻ്റെ അറ്റം നിൽക്കുന്നത് എൻ്റെ ജീവൻ നഷ്ടപ്പെടും. പക്ഷെ ഈ വഴി ജീവനിലേക്കുള്ള വഴിയാണ്. അപ്പം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ എല്ലാവരോടും പറയുന്നതാണ്, ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ കർത്താവിനൊരു സാക്ഷ്യം വഹിച്ചിട്ട് അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നുള്ളത്. പക്ഷെ ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളതൊക്കെ ഇന്നു മുതൽ ആരൊക്കെ കാണുന്നു ഞാൻ അവരോടൊക്കെ പറയും. അങ്ങനെ ഒരു മനസ്സിൽ തീരുമാനം എടുത്തു. ആ തീരുമാനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അവിടെ സ്റ്റോളിൽ ഈ ജീസസ് ലവ്സ് യു എന്നുള്ള ഒരു ബാഡ്ജ് കണ്ടു. എനിക്ക് മനോഹരമായി തോന്നി. ഇതാണ് ഞാൻ കേട്ട ഈ വചനങ്ങളുടെ സംക്ഷിപ്ത രൂപത്തിൽ നമ്മൾ പറയില്ല, ചുരുക്കം. ഞാനും ബ്രദറും എല്ലാവരും പറയേണ്ട ഒരു സത്യമാണ് നമ്മുടെ അരികത്തുള്ളവരോട്, യേശു നിന്നെ സ്നേഹിക്കുന്നു. ആ വിളി, യേശുവിൻ്റെ സ്വരം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. അതാണ് എൻ്റെ ദൗത്യം. ഞാൻ അതെടുത്ത് കുത്തി. ഇന്ന് 33 വർഷമായി. എനിക്ക് അഭിമാനത്തോട് പറയാൻ സാധിക്കും, ഒത്തിരി നിന്ദനങ്ങൾ കേട്ടു, പരിഹാസങ്ങൾ കേട്ടു, ഇത് കുത്തി നടന്ന് ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ. പക്ഷെ ഇന്ന് ഞാൻ അഭിമാനിക്കുന്നു. കാരണം ഇത് കുത്തി നടക്കുമ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ടെന്നുള്ളൊരു വിശ്വാസം എനിക്ക് എപ്പോഴും ബോധ്യമുണ്ട് എൻ്റെ ഈ ജീവിതങ്ങളിൽ. അങ്ങനെ ഞാൻ ഇറങ്ങി. ആദ്യമായിട്ട് ഞാൻ എപ്പോഴും എൻ്റെ സാക്ഷ്യത്തിലും പറയുന്നൊരു കാര്യമാണ്, 3 ടയർ സ്ലീപ്പറിൽ ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ അവിടേക്ക് പോയില്ല. അത് ഞാൻ എൻ്റെ ആ സ്വപ്നം ഞാൻ കർത്താവിന് വേണ്ടിയിട്ട് അവസാനിപ്പിച്ചു. അതായത് സിനിമ ലോകത്തില് അത് വേണ്ടാന്ന് വെച്ചു. സിനിമയിലൂടെ ലഭിക്കുന്ന ഒരു പുതുമുഖ, ഒരു പക്ഷെ നായകനെന്നോട്ടായിട്ടായിരിക്കില്ലായിരിക്കാം, ഒരു ചെറിയ റോളൊക്കെ ആയിരിക്കാം, എങ്കിൽ പോലും സിനിമയിലേക്ക് ഒരു എൻട്രി കിട്ടിയതാണ്. അത് വേണ്ടാന്ന് വെക്കുക. കർത്താവിന്റെ വചനം കേട്ടപ്പോൾ എനിക്ക് നിന്നോടുള്ള സ്നേഹം അചഞ്ചലമാണെന്നുള്ള ആ വചനം കേട്ടപ്പോൾ, അതുവരെ നമ്മൾ നേട്ടമായിരുന്നതൊക്കെയും, കാരണം ഒരു സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അപ്പൊ അത് നമ്മള് പൗലോസ് ചെയ്തതുപോലെ തനിക്ക് നേട്ടമായിരുന്നതൊക്കെ ചവറ് പോലെ എണ്ണി, ഉച്ചിഷ്ടം പോലെ ഇതിനെ കരുത്. അതൊരു വലിയ സാക്ഷ്യം തന്നെയാണ്. നിശ്ചയമായിട്ടും അങ്ങയുടെ എന്താ പറയാ, ഈ ഫിഗറൊക്കെ കാണുമ്പോ ഈ പഴയ സിനിമയിലെ ഒരു പ്രതാപ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലെയുള്ള റോളുകളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു അപ്പൊ അതൊക്കെ ആ അവസരങ്ങളൊക്കെ നമ്മൾ വേണ്ടാന്ന് വെക്കുകയാണ്. അത് കർത്താവിന്റെ ഒരു കൃപയായിട്ട് കാണുന്നു. നിശ്ചയമായും കർത്താവിന്റെ കൃപ. ആ വിളി നമ്മൾക്ക് എല്ലാവർക്കും വിളി വരുന്നുണ്ട്, പക്ഷെ നമുക്ക് ആ സ്വരം കേൾക്കാൻ സാധിക്കുന്നത് ഇന്നത്തെ ഈ തിരക്ക് പിടിച്ച ഇതില്. പക്ഷെ കർത്താവ് എനിക്ക് ആ കൃപ തന്നു. അപ്പൊ സുവിശേഷം പറയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായ ലെവല്, അല്ലെങ്കിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ജോലി എന്നൊക്കെ അദ്ദേഹം അങ്ങ് തിരിച്ചറിയാം. അപ്പൊ അവിടെ നിന്ന് പിന്നീട് എന്താ സംഭവിച്ചത്? ഞാൻ അവിടെ ട്രെയിനിൽ വരുമ്പോ 3 ടയർ സ്ലീപ്പറിലാണ് ഞാൻ വരുന്നത്. ഞാനും എൻ്റെ വൈഫ് എന്നെക്കാട്ടും നന്നായി പാടുന്നൊരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ അവിടെ കേട്ട പെറ്റമ്മയേക്കാൾ സ്നേഹിക്കും ദൈവം, അന്നത്തെ നല്ല വചനം അടങ്ങിയ പാട്ടുകളാണ്. അന്ന് നമ്മുടെ ഫോട്ടോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം വലിയൊരു അഹങ്കാരിയായിരുന്നു ഞാൻ. പാട്ട് പാടാൻ പറയുമ്പോൾ ആൾക്കാരെയൊക്കെ നോക്കും, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വേണം. പക്ഷേ കർത്താവിൻ്റെ ആ വചനം കേട്ടപ്പോൾ, അതാണ് ആദ്യത്തെ അനുഭവം കേട്ടോ, ഞാൻ അങ്ങോട്ട് താന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുമല്ല എന്നുള്ളൊരു ബോധം കടന്നു വന്നു. അപ്പം ആ ട്രെയിനിൽ കയറിയപ്പോൾ എനിക്ക് എങ്ങനെയാണ് മറ്റുള്ളവരെ എൻ്റെ കർത്താവിനെ പറ്റി അറിയിക്കുക? അപ്പം ഇങ്ങനെ സന്തോഷം ഇങ്ങനെ കടന്നു വരികയാണ്. അപ്പം ഞാൻ ആ പാട്ടങ്ങോട്ട് പാടാൻ തുടങ്ങി. പെറ്റമ്മയേക്കാൾ സ്നേഹിക്കും ദൈവമേ നീ എത്ര. ആ ഒരു ധ്യാനത്തിൽ നിന്ന് പഠിച്ചത്. അവിടെ കൈയടിച്ചു. ആദ്യം പാടുമ്പോൾ ഇല്ല, ആ പാട്ടങ്ങോട്ട് പാടാൻ തുടങ്ങി. ഞാൻ നോക്കിയില്ല അത് ട്രെയിനാണ്, മറ്റുള്ളവരെ എന്ത് വിചാരിക്കും അങ്ങനെ. അപ്പോൾ എൻ്റെ വൈഫും കൂടെ ചേർന്നു. അങ്ങനെ കൈയടിച്ച് ഞങ്ങൾ പാടാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ 3 ദിവസത്തെ ജേണിയാണല്ലോ ഡൽഹിയിലേക്ക്. അപ്പോൾ ഓരോരുത്തർ വന്നു തുടങ്ങി. ഇങ്ങനെ വന്നു നോക്കി, ചിലർ വന്നു, പലർക്കും ഇൻട്രസ്റ്റ് ആയി തോന്നി. അങ്ങനെ 2 പാട്ട് കഴിഞ്ഞപ്പോൾ ചിലർ ചോദിച്ചു, നല്ല അർത്ഥമുള്ള പാട്ടാണല്ലോ, ഇത് എവിടെന്നാ പഠിച്ചതെന്ന് ചോദിച്ചു. ഉടനടി എൻ്റെ ഉള്ളിൽ അങ്ങോട്ട് ഉണർന്നു. ഞാൻ പറഞ്ഞു പോട്ടാശ്രമം.
അവിടെ ഞാൻ എൻ്റെ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ ഞാൻ കണ്ടു. നിങ്ങളൊന്ന് സമയം കിട്ടിയാൽ പോകണം. എൻ്റെ ആദ്യത്തെ സുവിശേഷ പ്രസംഗമാണ് സഹോദര. അങ്ങനെ എല്ലാവരോടും പറഞ്ഞു. അപ്പോൾ അതെവിടെയാണ് പോട്ടെ. അപ്പോൾ ചിലവർക്ക് അറിയാം, ചിലവർക്ക് അറിയില്ല. പല നോൺ ക്രിസ്ത്യൻസും ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ചിലവർക്ക് പാട്ടൊക്കെ വലിയ ഇഷ്ടമായി. അങ്ങനെ എൻ്റെ ആദ്യത്തെ സുവിശേഷം കഴിഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്നു. വീട്ടിൽ നമ്മൾ ആ സെറ്റപ്പൊക്കെ ഒന്ന് മാറി. സ്തുതിപ്പും പ്രാർത്ഥനയും ആദ്യം നമ്മുടെ ഭവനത്തിൽ തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ ബൈബിൾ കൂടുതൽ വായിക്കാൻ തുടങ്ങി. ഒരു പ്രത്യേക അട്രാക്ഷൻ. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഓഫീസുണ്ട്. ഞാൻ പറഞ്ഞല്ലോ PCL, പെർടെക് കമ്പ്യൂട്ടേഴ്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അവരുടെ ഹെഡ് ഓഫീസിൽ കൊമേഴ്സ്യൽ സെക്ഷനിലാണ് ഞാൻ വർക്ക് ചെയ്തത്. അപ്പോൾ ഓഫീസിൽ ഞങ്ങൾ ലഞ്ച് ടൈമിലൊക്കെ, ഞാൻ ഈ ആർട്ട് ലൈനായതുകൊണ്ട് ലഞ്ച് ടൈമിൽ ഒത്തിരി പരിപാടികളൊക്കെ ചെയ്യും. അപ്പോൾ എല്ലാവരും വന്ന് കേൾക്കും ലഞ്ച് ടൈമിൽ. തിരിച്ചു ചെന്നപ്പോൾ, അങ്ങനെ ലഞ്ച് ടൈമിൽ വന്നപ്പോൾ എൻ്റെ ഹീറോ മാറി. എൻ്റെ ഹീറോ പണ്ട് സിനിമയിലുള്ള ഹീറോസും അമിതാഭ് ബച്ചനും മറ്റുമൊക്കെ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഓരോ ഡയലോഗ്സ് ആയിരുന്നെങ്കിൽ, ഇപ്പോൾ എൻ്റെ യേശുവിൻ്റെ ഡയലോഗ് പറയാൻ തുടങ്ങി. അപ്പോൾ പലരും എന്നെ കളിയാക്കാൻ തുടങ്ങി. ഞങ്ങൾക്കൊരു ബാഡ്ജൊക്കെ ഉണ്ടായിരുന്നു, PCL എന്ന് പറഞ്ഞാൽ. അപ്പം ഞാനിത് കുത്തി നടക്കില്ല, ഞാൻ ഈ ജീസസിലാണ്. അപ്പോൾ പലരും എന്നോട് ചോദിച്ചു, താൻ എന്ത് കാണിക്കണം ഇന്നത്തെ ഈ സീനറികളൊക്കെ, നിങ്ങൾ ഈ റിലീജിയസ് ആയിട്ട് നോ, ഇതെൻ്റെ അപ്പച്ചൻ്റെ പേരാ. ഇത് ഞാൻ മരിക്കുമ്പോൾ മഞ്ചേൽ പോലും ഇതുണ്ടായിരിക്കും, കാരണം എൻ്റെ അവസാനത്തെ കർത്താവിനെ പുകർത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് മാറ്റില്ല. എൻ്റെ ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു. അപ്പോൾ അവരൊക്കെ ചിലവരൊക്കെ, പക്ഷെ ചിലവർക്ക് ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ ചിലവർ കേൾക്കാൻ തുടങ്ങി. അപ്പം ഞാൻ അവിടെ കൂടിയൊക്കെ കേട്ട മുറി കഷ്ണങ്ങൾ, വചനങ്ങൾ ആയിട്ട് അവരോട് പറഞ്ഞു. ഇന്ന് ജീവിക്കുന്ന ഈശോയാണ് അത്ഭുതങ്ങൾ കാണുന്നത്. പ്രിയ സഹോദര, കർത്താവിൻ്റെ ഒരു വചനം ഉണ്ടെന്നേ, നീ അവിടുത്തെ മുഖത്തേക്ക് നോക്കിയവർ ഒരിക്കലും ലജ്ജിതരാവുകയില്ല, അവർ പ്രകാശിതരായിരുന്നു. സങ്കീർത്തനം നമ്മൾ വായിക്കുന്നത്. അവിടെ നമ്മൾ ഈ വിജാതീയരുടെ മുന്നിലും ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കിലും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ പലരും കൊച്ചാക്കാൻ നോക്കിയെങ്കിലും അത്ഭുതകരമായിട്ട് അവിടെ വലിയൊരു അത്ഭുതം നടന്നു. അത് പെട്ടെന്ന് ഞാൻ പറയുകയാണ്, എൻ്റെ ആദ്യത്തെ അത്ഭുതമാണത്. അത് ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പ് വളരാൻ സാധ്യതയുണ്ടായ ഒരു കാര്യമാണ്. ഇന്നും എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് ആ സാക്ഷി. അതുകൊണ്ട് ഞാൻ പറയുകയാണ്. എൻ്റെ അവിടെ ചെന്ന് ഞാൻ വളരെ തീഷ്ണയിൽ നടക്കുമ്പോൾ ഈ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ പറയുന്നതിനിടയിൽ ഞാൻ എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു, അന്ന് ഒരു CA ഉണ്ടായിരുന്നു, അക്കൗണ്ടൻ്റ്. അയാൾ, അങ്ങോരുടെ പേര് ഗോയൽ എന്നാണ്, ഹിന്ദുവാണ്, ഓർത്തഡോക്സ്. അങ്ങനെ ഞാൻ അദ്ദേഹം കാറിൽ യാദൃച്ഛികമായിട്ട് പോകുമ്പോൾ അപ്പോൾ എന്നോട് ഷെയർ ചെയ്യാണ്, ജോയ് ജോൺ, അങ്ങനെ ഹിന്ദിയിൽ ഇംഗ്ലീഷിൽ പറയുന്ന, ഞാൻ മലയാളത്തിൽ പറയാണ്, നിങ്ങൾ കാണുന്നില്ല എൻ്റെ മൂക്കിൽ നിന്ന് ഡ്രോപ്സ് ഒഴുകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സാറേ ഞാൻ കണ്ടു, നിങ്ങൾ കർച്ചീഫ് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നുണ്ട്, എന്തുപറ്റി, കോൾഡ് ഉണ്ടോ? അല്ല, ഞാൻ അടുത്ത ആഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ, എന്തുപറ്റി? അപ്പോൾ പറഞ്ഞു, എൻ്റെ ബ്രെയിനിലൊരു ഹോളുണ്ട്. അപ്പോൾ സ്കാനിങ്, അൾട്രാസൗണ്ട് ഇതൊക്കെ എടുത്തപ്പോൾ മനസ്സിലായി അവിടെ ഒരു ഹോളുണ്ട്. ആ ഹോളിൽ കൂടെ ഡ്രോപ്സ് ആയിട്ട് ലിക്വിഡ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഞാനത് ഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ ഇൻഫെക്ഷൻ കയറാൻ സാധ്യതയുണ്ട്, ഒരു പോയിന്റ്. വേറൊരു പ്രോബ്ലം, അഥവാ ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ ബ്രെയിൻ കൺസേൺഡ് സംഗതിയാണ്. അപ്പോൾ ഒരു പക്ഷേ എൻ്റെ ഏതെങ്കിലും ഒരു സൈഡ്, ഏതെങ്കിലും അവയവങ്ങൾ പാരലൈസ് ആവും. അപ്പോൾ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഒത്തിരി വെറീഡാണ് ഞാൻ അതിനെ പറ്റിയിട്ട്. ഇങ്ങനെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നപ്പോൾ ബ്രദറെ, ഞാൻ പറയാമല്ലോ, ഈ ഇരിക്കുന്ന നമ്മുടെ സാധാരണക്കാരായ നമ്മളുടെ ഉള്ളിൽ ഇന്ന് ജീവിക്കുന്ന ഈശോയുടെ ഒരു ശബ്ദം പോലെ, എനിക്ക് പറയാൻ പറ്റില്ല, അതൊരു ശബ്ദമായിരുന്നു, ഒരു പ്രചോദനമായിരുന്നു, വാട്ട് എവർ ഇറ്റ് മേ ബി, ഒരു ഇംഗ്ലീഷിൽ ഉള്ളൊരു വേർഡ് പോലെ എനിക്ക് തോന്നി. ഇഫ് യു ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ് യു വിൽ ബി ഹീൽഡ് വിത്തൗട്ട് എനി ഓപ്പറേഷൻ. അങ്ങനെ ഒരു പറയാനുള്ളൊരു തൻ്റെ ഇടം, ശക്തി ആരോടാണ് ഞാൻ പറയുന്നത്? എൻ്റെ വളരെ ഒരു സീനിയറായിട്ടുള്ള ഒരു മാനേജറോട്, അതും ഒരു ഹിന്ദു ആയിട്ടുള്ളോട്. കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനത് പറഞ്ഞു ബ്രദറെ. അദ്ദേഹത്തിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? പ്രതികരണം ആദ്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്ന് ചിരിച്ചു. അപ്പം ഞാൻ രണ്ടാമതും അതേ സ്ട്രോങ്ങിൽ, ദ കോൺഫിഡൻസ് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം. ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുമെന്ന് ആ ടൈമിൽ പറഞ്ഞു. അപ്പം അദ്ദേഹം താന്നു. അപ്പോൾ അവർ ഹിന്ദു ആയതുകൊണ്ട് ചോദിച്ചു, എന്താണ് ഞാൻ ചെയ്യേണ്ടത്?
ഉള്ളിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള ഇന്ന് പറയാൻ പറ്റുമോ വചനായിരുന്നു എന്നുള്ളത്. കർത്താവായ യേശുവിൽ യു ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്, യു വിൽ ഹീൽ യു. അപ്പൊ ചോദിച്ചു അതിനെന്താ ഞാൻ ചെയ്യേണ്ടത്, ഇനി വേറെ വല്ല പൂജയോ, അതിന് എത്ര ചെലവ് വരും, ഹിന്ദുക്കളാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഒരു ചെലവുമില്ല, സാർ ഇത് മാത്രം വിശ്വസിക്കുക. ഞങ്ങൾ 4-5 പേരുണ്ട് കോർ ഗ്രൂപ്പില്, ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പില്, ഞങ്ങളുടെ അച്ഛനും ഉണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കും. അതന്നെ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കും, യു വിൽ ബി ഹീൽഡ്. ശരി, നിങ്ങളൊന്ന് പറയാം. ഞാൻ ഞങ്ങളുടെ കോർ ഗ്രൂപ്പിൽ വന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് എനിക്ക് അന്ന് മനസ്സിലായത്. കാരണം ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇയാളെ, എൻ്റെ ഓഫീസിലെ ആളെ. മറ്റുള്ളവർ എൻ്റെ ഫാദർ ജോൺസൺ ആളിന്ന് മുകളിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് വേണ്ടി, ആൾ വിട്ടുപോയി. ഞങ്ങളുടെ ബാക്കി 4 പേരുണ്ട്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു, ഞാൻ മീറ്റിങ്ങിൽ പറഞ്ഞു, ഞാനിങ്ങനെ പറഞ്ഞു, എന്താണെന്നറിയില്ല, എൻ്റെ ഉള്ളിൽ അങ്ങനെ വന്നു. ആൾ ഓപ്പറേഷൻ അടുത്ത ആഴ്ച അഡ്മിറ്റ് ആകാൻ പോവാ. അപ്പോൾ അവർ പറഞ്ഞു ഒരു വിഷമമില്ല. അവർ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം, ജോജോൺ ബ്രദർ എന്തിനാ വിഷമിക്കുന്നത്, നമുക്ക് ഒരുമിച്ച് അഡോറേഷൻ. ഞങ്ങൾ വെള്ളിയാഴ്ചയാണ് ഞങ്ങളുടെ അഡോറേഷൻ നമ്മുടെ ഇവിടെ എന്നുള്ള ചോദിച്ചു. ഞങ്ങൾ മുട്ടുമെന്ന് കണ്ണുനീരോടുകൂടി ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ബ്രദർ 3-ാം ദിവസം അദ്ദേഹം തൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ട് എങ്ങനെയുണ്ട് സാറേ ഇപ്പോൾ അഡ്മിറ്റ് ആകുമ്പോൾ, പറഞ്ഞു ഞാനത് പറയാൻ നിൽക്കുകയായിരുന്നു, എൻ്റെ മൂക്കിൽ നിന്ന് ഈ ഡ്രോപ്സും ആയിരുന്നു സ്റ്റോപ്പായി. ഞാൻ പറഞ്ഞു ഇതാണ് സിംറ്റം, ദൈവം സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു, വിശ്വസിക്കുക. ശരി ശരി എന്ന് പറഞ്ഞു. പക്ഷെ ദൈവത്തിൻ്റെ പ്ലാൻ വേറൊന്നാണ് കേട്ടോ. അതാണ് നമ്മൾ ചിന്തിക്കുന്ന ബുദ്ധിയിലല്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു ഇനി ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കും നമ്മൾ. കാരണം ആൾ ഇതായിരുന്നു സിംറ്റം, ഇപ്പോൾ വരുന്നില്ല. പിറ്റേ ദിവസവും ഇല്ല, അതില്ല. വെള്ളിയാഴ്ച ദിവസം, സാറ്റർഡേ സൺഡേ ഞങ്ങൾക്ക് ഓഫാണ്. വെള്ളിയാഴ്ച ദിവസം എല്ലാവരോടും അദ്ദേഹം ബൈ ബൈ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സാറേ സുഖമായി, ഇനിയൊരു പ്രോബ്ലം ഇല്ലല്ലോ. അപ്പം അദ്ദേഹം പറഞ്ഞു അല്ല, എല്ലാവരും എൻ്റെ റിലേറ്റീവ്സ് ഒക്കെ വരുന്നുണ്ട് അഡ്മിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഡോക്ടർ ഫിക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഞാൻ എൻ്റെ ഫയലും കൊണ്ട് പോയേ പറ്റുള്ളൂ. എനിക്കറിയാം സുഖമായി എന്നുള്ളത്. അപ്പം എനിക്കൊരു ഉള്ളിൽ മാനുഷിക രീതിയിൽ വിഷമമായി, എന്താ അങ്ങോട്ട് വിശ്വാസം വരാത്തതെന്നാണ്. അങ്ങനെ അല്ല, ഞങ്ങളുടെ 3 ഫ്ലോറിലൊരു ഓഫീസാണ്, ഒത്തിരി സ്റ്റാഫുണ്ട്, എല്ലാവരോടും ബൈ ബൈ പറഞ്ഞു പോയി. പിന്നെ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിൻ്റെ വേർഡ്സാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. അദ്ദേഹം മൺഡേ പോയി ഡോക്ടറെ അഡ്മിറ്റ് ആവാനായിട്ട് മോർണിംഗിൽ പോയി. അവിടെ ചെന്നു, ആസ് യൂഷ്വൽ ഡോക്ടറുടെ മുമ്പിൽ ഫയലായിട്ടിരുന്നു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു ഹൗ ആർ യു ഫീലിംഗ്, നോർമൽ വേർഡ്സിങ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ഈ മൂക്കിൽ നിന്ന് വരുന്ന ഡ്രോപ്സ് സ്റ്റോപ്പായി. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ഡോക്ടറോട് പറഞ്ഞോണ്ട് ഈ ടെസ്റ്റൊക്കെ 2ാമത് ചെയ്യാൻ, ഇങ്ങോട്ട് പറഞ്ഞില്ല. പക്ഷെ ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ഡ്രോപ്സ് സ്റ്റോപ്പ് ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ലിക്വിഡ് ഡ്രൈ ആയി ഉണ്ടാവണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ. നമുക്ക് ഈ ടെസ്റ്റുകളൊക്കെ ഒന്ന് 2ാമത് റിപ്പീറ്റ് ചെയ്ത അദ്ദേഹത്തിൻ്റെ ഫയലെടുത്തു. എല്ലാ ടെസ്റ്റുകളും വിതിൻ 2-3 അവേഴ്സിനുള്ളിൽ റിപ്പോർട്ട് 2ആവുന്നു. ഒരു ഫയലിൽ ഉള്ള സ്ഥലത്ത് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഹോളുണ്ട്, പിന്നത്തെ വന്ന ഇതിലൊന്നും ഈ ഹോൾ എന്ന് പറഞ്ഞൊരു സംഗതിയില്ല. അദ്ദേഹം അപ്പോൾ കണ്ണു തുറന്നു. അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് ക്രിസ്ത്യൻസ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അറിയില്ല, ഞാനിപ്പോൾ എനിക്കതൊന്നും പറയാം, പക്ഷേ ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരാവശ്യമില്ല, യു ഗോ വിത്തൗട്ട് എനി ഓപ്പറേഷൻ. അതായത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അങ്ങ് ഈ മേലുദ്യോഗസ്ഥനായിട്ടുള്ള മനുഷ്യനോട് പറഞ്ഞത് സത്യസുവിശേഷമാണ്. യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നുള്ള ആ സത്യം മാത്രമല്ല, വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങ് അദ്ദേഹത്തോട് പറഞ്ഞത് ജസ്റ്റ് ഇത് വിശ്വസിക്കുക മാത്രം ചെയ്യുക, വേറെ ഒന്നും ചെയ്യാൻ ആവശ്യപ്പെട്ടില്ല. ആദ്യം പോയി ചെയ്യുക, അവിടെ പോയി ഇങ്ങനെ ചെയ്യുക, ഇവിടെ പോയി അങ്ങനെ ചെയ്യുക, മറ്റിടത്ത് പോയി അവിടെ നേർച്ച കൊടുക്കുക, ഇവിടെ പോയി അത് ചെയ്യേ, ഇങ്ങനൊന്നും പറഞ്ഞില്ല. വിശ്വസിക്കാൻ മാത്രം പറഞ്ഞു. വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടാവുന്നു. ബ്രദർ, അതാണ് സുവിശേഷം. ഇത് വിശ്വാസത്തിൽ നിന്ന് ഉളവായതാണ്, വിശ്വാസത്തിന്റെ ഫലമാണിത്. യേശുവിനെ വാസ്തവത്തിൽ അയാൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ട് പോലും ഉണ്ടാവില്ല, മറിച്ച് അയാൾ ജസ്റ്റ് അത്ര ഒന്ന് വിശ്വസിച്ചു. അങ്ങ് പറഞ്ഞതിന്റെ പേരിൽ മാത്രം പരിപൂർണ സൗഖ്യം. എത്ര മാരകമായ ഒരു രോഗത്തിന്റെ അവസ്ഥ. അതാണ് കൃത്യം സുവിശേഷം നമ്മൾ പറയുമ്പോൾ. വാസ്തവത്തിൽ പറഞ്ഞ അങ്ങ് ഈ നെഞ്ചില് ചേർത്ത് വെച്ചിരിക്കുന്ന ആ ബാഡ്ജ്, ഇത് എന്നെ സംബന്ധിച്ച് വലിയൊരു യേശു നിന്നെ സ്നേഹിക്കുന്നു. അതിൽ വ്യവസ്ഥകളൊന്നുമില്ല, ഒരു കണ്ടീഷൻ, ആരെയും സ്നേഹിക്കും, ഒന്നുമില്ല.
ഒരു ഉടമ്പടിയുടെ ഒരു ആവശ്യമില്ല. നമ്മൾ അങ്ങോട്ടല്ല, ദൈവം നമ്മളോട് ഇങ്ങോട്ടാണ് ഉടമ്പടി. ആ സ്വരം കേട്ടാൽ മതി. അത് എത്ര വലിയൊരു സുവിശേഷമാണ് അങ്ങ് ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രേക്ഷകർക്ക് പോലും ഇത് വാസ്തവത്തിൽ ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നിഷ്കളങ്ക ഹൃദയത്തോടു കൂടിയിട്ട് നമ്മളൊരു വിഡ്ഢിയായിട്ട് ആ കർത്താവ് കയറിയുന്ന കഴുതയെ പോലെ നമ്മൾ നടക്കാവോ? അത്ഭുതങ്ങളുടെ ഘോഷയാത്രയാണ്. തീർച്ചയായിട്ടും അതാണല്ലോ നമ്മുടെ ദൈവം. അവൻ അത്ഭുതങ്ങളുടെ ദൈവം. ഞാൻ ഒരുപടി കൂടി കടത്തി പറയും, അവൻ സൂപ്പർ നാച്ചുറൽ ആയിട്ട് പ്രവർത്തിക്കുന്ന ദൈവം. ഇത് ഈ മിറക്കിളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. അത് ബ്രദർ, ഞാൻ ഒന്നുകൂടെ ആഡ് ചെയ്തോട്ടെ. ഇത് കഴിഞ്ഞ കർത്താവിൻ്റെ നമ്മുടെ ബുദ്ധിയിലല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ചൊവ്വാഴ്ച ദിവസം ഞാൻ സൈൻ ചെയ്യാനായിട്ട് 9 o'clock ഞങ്ങളുടെ ഓഫീസ്. അവിടെ റേസിൽ സൈൻ ചെയ്യാൻ പോകാനായിട്ട് സൈൻ ചെയ്യാൻ വരുമ്പോൾ ഒരു വിളി, ജോയ് ജോൺ എന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ ഇങ്ങോട്ട് വരിക. അപ്പം ഞാൻ സർപ്രൈസ്, സാർ ഇന്നലെ അഡ്മിറ്റ് ആവേണ്ടതല്ലേ? അപ്പം ഞാനിത് എൻ്റെ സൗണ്ടിന് സ്വല്പം കൂടുതലുമാണ്. അപ്പം അടുത്തുള്ള ക്യാബിനിൽ നിന്ന് എല്ലാവരും നോക്കുക. അപ്പം ഇങ്ങോട്ട് വന്നിരിക്കുന്നു. എല്ലാവരോടും പറഞ്ഞിട്ടാണ് പോയത്. സീ ദ ഡിഫറൻസ്. അപ്പോൾ ആളിങ്ങോട്ട് നടന്നു വന്നിട്ട് എൻ്റെ ഷോൾഡറിൽ ഇങ്ങനെ പിടിച്ചു. സ്റ്റിൽ ഐ റിമെമ്പർ ആ ഒരു ഒക്കേഷൻ. ഞാൻ പറഞ്ഞു, സാറേ അഡ്മിറ്റ് ആവേണ്ടല്ലായിരുന്നു, എന്തു പറ്റി? ജോയ് ജോൺ, യുവർ ജീസസ് ക്രൈസ്റ്റ് ഹാസ് ഹീൽഡ് മീ. എന്നോട് പറഞ്ഞ വായിക്കാം, നിന്റെ യേശു എന്നെ സൗഖ്യപ്പെടുത്തി. ഞാൻ ഉടനടി ഓഫീസാണെന്ന് നോക്കിയില്ലേ ബ്രദറെ, ഞാൻ ഉടനടി പറഞ്ഞു ഹല്ലേലൂയ. ശബ്ദത്തിൽ ഓവറായി. ആൾക്കാരൊക്കെ വന്നു. എവിടെ നിന്നെ താത്തിയോ അവിടെ തന്നെ നിന്റെ യേശു നിന്നെ ഉയർത്തും. എനിക്ക് 2 സംഗതികളാണ് അവിടെ ബോധ്യപ്പെട്ടത്. ഒന്ന്, ആ ഓഫീസിൽ കുറച്ച് നമ്മൾ ഈ കാര്യം കൊണ്ട് നിന്നതിനായി. എല്ലാവരും പറയും ബിസിനസ് വേറെ, നിന്റെ പേഴ്സണൽ ലൈഫ് വേറെ. ഞാൻ പറയും ഇതൊക്കെ ഒന്നാണ്. യേശുവിനെ കൂടാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളാണ്. ബിസിനസ് വേറെയല്ല, ബിസിനസ്സിലും എൻ്റെ യേശുവിനെ കൂടാതെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മള് കർത്താവിന്റെ കൂടെ നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ സമ്പൂർണമായിട്ടുള്ള അധികാരിയും അവകാശവും ആധിപത്യവും എല്ലാം കർത്താവിൻ്റെതാണ്. വിട്ടുകൊടുക്കുക. അവള് തുടർന്ന് ആ സമയത്ത് അദ്ദേഹം എന്ത് പറഞ്ഞു? അപ്പം ഞാൻ പറഞ്ഞു, സാറേ ഞങ്ങളൊരു ചെറിയൊരു പ്രാർത്ഥന ഗ്രൂപ്പ് ഉണ്ട്, അപ്പം ഹിന്ദിയിൽ തുടങ്ങിയിട്ടുള്ളൂ. അവിടെ സാറിനൊന്ന് വരാൻ പറ്റുകയാണെങ്കിൽ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ ഒക്കെ വിശ്വാസം വർദ്ധിക്കും. എന്നുവെച്ചാൽ ഇത് കർത്താവ് സൗഖ്യപ്പെടുത്തി നിങ്ങൾ തന്നെ പറഞ്ഞു. നിങ്ങൾ ഈ പറഞ്ഞത് എനിക്കൊരു ഫോട്ടോ ഒന്ന് എഴുതി, ഇന്നത്തെ കാലത്തൊക്കെ നമുക്കത് ആവശ്യമാണ്. എഴുതി ഹിന്ദിയിൽ എഴുതി തരണം. ഞങ്ങളുടെ ഇതിൽ വന്ന് സാറെന്നെ പറയണം, സാറിൻ്റെ വേർഡിങ്ങിൽ ഞങ്ങളുടെ ഒത്തിരി എല്ലാവരും വിശ്വാസം പറഞ്ഞു. അതിനെന്താ, ഞാൻ തീർച്ചയായിട്ടും വരും. അദ്ദേഹം എഴുതി തന്ന കൈപ്പടയുള്ള ഫോട്ടോയും സിഗ്നേച്ചറും അടക്കമുള്ള ഹിന്ദിയിൽ എഴുതി തന്നിട്ടുള്ളത് ഇന്ന് എൻ്റെ ഫയലിൽ ഞാൻ ആദ്യത്തെ മറക്കലാട്ടോ, ഇത് കുറേ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ എൻ്റെ വിശ്വാസത്തെ ഇത്രയും ശക്തിപ്പെടുത്തിയ ഇത് ഇപ്പോഴും ഉണ്ട്. ഞങ്ങളുടെ നോയിഡയിൽ വന്നിട്ട് പ്രയർ ഗ്രൂപ്പിൽ ആൾക്കാർക്ക് ഇരിക്കാൻ സ്ഥലമില്ല, ഓരോ വീടുകളിലാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ നിന്ന് ഇദ്ദേഹം തൻ്റെ അനുഭവം പറഞ്ഞു. അതോടുകൂടി നമ്മുടെ പ്രയർ ഗ്രൂപ്പിൻ്റെ സ്ട്രെങ്ത് വളരാൻ തുടങ്ങി. ദാറ്റ് വാസ് ദ ബിഗിനിങ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു തുടക്കത്തിൻ്റെ ഇതായിരുന്നു. അങ്ങനെ അദ്ദേഹം എഴുതി. അങ്ങനെ ഇതാണ് എൻ്റെ ആദ്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞാൽ. അപ്പോൾ ഈ അനുഭവം അങ്ങയുടെ ഈ ലൈഫില് ആദ്യത്തെ ഒരു സംഗതിയാണല്ലോ. അതെ അതെ. തുടർന്ന് മുന്നോട്ട് എങ്ങനെയാ കർത്താവ് നയിച്ചത്? അത് കഴിഞ്ഞിട്ട് നമ്മുടെ അവിടെ ഓൾറെഡി നമ്മുടെ ആ ഒക്ടോബറിൽ, ഞാൻ 90 ഏപ്രിലാണ് ഈ അനുഭവം ഉണ്ടായിട്ട് ഇവിടുന്ന് പോയത്. അപ്പോൾ ആ ഒക്ടോബറിൽ, അതായത് അതിനുശേഷമാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ള ഓഫീസിൽ ഞാൻ പറഞ്ഞത്. 90 ഫാദർ മാത്യു നായ്ക്കുംപറമ്പലിൻ്റെ ഒരു കൺവെൻഷൻ ആദ്യമായിട്ട് നോർത്ത് ഇന്ത്യയിലത്തെ കൺവെൻഷൻ നമ്മുടെ നോയിഡയിൽ ഒരു അസിസി കോൺവെൻറ്റ് സ്കൂളുണ്ട്, അവിടെ ഗ്രൗണ്ടിൽ നടത്താൻ പറ്റി. അപ്പോൾ അത് നടത്താനായിട്ട് ഞങ്ങളുടെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉത്സാഹിക്കാനുള്ള ആ ഗ്രൂപ്പിൽ എനിക്കും ഭാഗ്യം കിട്ടി കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ. അപ്പം നമ്മൾ ഓടി നടന്ന് പ്രവർത്തിക്കുക. അപ്പം എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ ഫാമിലി കംപ്ലീറ്റ് സപ്പോർട്ടാണ്. അങ്ങനെ ഞങ്ങൾ ആ കൺവെൻഷൻ വളരെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. ഡൽഹിയിൽ നിന്നൊക്കെ ഒത്തിരി പേര് വന്നു. അന്ന് നമ്മുടെ ഡിവൈൻ ഫരീദാബാദൊന്നും തുടങ്ങിയിട്ടില്ല. ഒത്തിരി പേര് വന്നു. വളരെ ഒരു എൻകറേജിങ്, എല്ലാവർക്കും പ്രാർത്ഥനയുള്ളവർക്കൊക്കെ നല്ല. അന്നത്തെ ഇതിൽ 1200 പേര് ഏകദേശം അതിൽ പങ്കെടുത്തു.
അപ്പം ഞങ്ങൾ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ ചോദിക്കാണ്ട് പ്രാർത്ഥിക്കാണ്ട് നടന്നൊരു കാര്യം കൂടി ഉണ്ട്. അതും കൂടി ഞാൻ ബ്രദറായിട്ട് ഷെയർ ചെയ്യാണ്. നമ്മൾ പ്രാർത്ഥിക്കാണ്ട് കർത്താവിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ കർത്താവ് നിറവേറ്റി തരും. ആ പോളിസിക്കാരനാണ് ഞാൻ. ഞങ്ങൾ കർത്താവിന് വേണ്ടിയിട്ട് ഈ കൺവെൻഷൻ്റെ കാര്യത്തിന് ഓടി നടക്കുക, അത് ചെയ്യുമ്പോൾ 2 അത്ഭുതങ്ങൾ നടന്നു. എന്താണ് 2 അത്ഭുതങ്ങൾ? ഒന്ന്, എൻ്റെ ഭാര്യയ്ക്ക് 10 വർഷമായിട്ട് ഒരു ബ്രസ്റ്റിൽ ലംസ് ഉണ്ടായിരുന്നു. ലംസ് 2 ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം ഓപ്പറേറ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു മറ്റത് ഒബ്സർവേഷനിൽ വെക്കാനായിട്ട്. അവിടെ 3-ാമത്തെ ദിവസം, അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3-ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു, അച്ഛൻ അനൗൺസ് ചെയ്തു. അന്ന് ഈവനിങ്ങിൽ ചെന്നപ്പോൾ വൈഫ് ചെക്ക് ചെയ്തപ്പോൾ ആ ബ്രസ്റ്റിലെ ലംസ് വാനിഷ് ആയിരുന്നു. ഞങ്ങളതിന് പ്രാർത്ഥിച്ചിട്ടില്ല. അതാണ് ഞാൻ ബ്രദറിനോട് പറയുന്നു, നമ്മൾ കാണുന്നവരോട് പറയുന്നു, പ്രാർത്ഥിച്ചില്ല. ഞങ്ങൾ കർത്താവിന് വേണ്ടി എപ്പോൾ ഹൃദയം തുറന്ന് പ്രവർത്തിക്കാൻ ശ്രമിച്ചുവോ അവിടുന്ന് നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നു. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒന്നാമത്തത്. അങ്ങനെ അതിനുശേഷം 4-ാമത്തെ ദിവസം ദൈവം പ്രകടമായിട്ട് കുർബാനയുടെ സമയത്ത് പ്രകടമായിട്ട്, അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞാൽ സമയമെടുക്കും. ഞാൻ പ്രകടമായിട്ട് ഞാൻ പാടാൻ നിൽക്കുകയാണ് കൊയറിൽ. ആ സമയത്ത് ഏത് പാട്ട് സമർപ്പണത്തിന് വേണ്ടി പാടണം എന്ന് നോക്കിയിരിക്കുക. ആ സമയത്ത് അച്ഛൻ അനൗൺസ് ചെയ്യണു, ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കടന്നു വരും, നമ്മളൊക്കെ എല്ലാവർക്കും സ്തുതിക്കാമെന്ന്. അപ്പം ഞാൻ മൈക്കിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്തിരി മൈക്കിൻ്റെ പിന്നിൽ സ്വല്പം അകന്ന് നിന്നിട്ട് ഹല്ലേലൂയ എന്ന് പറയാൻ തുടങ്ങി. അപ്പം ഞാൻ അത്രയും ഇതായിട്ടല്ല സ്തുതിക്കുന്നത്, ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന്. എനിവേ വിത്തിൻ സ്പാൻ ഓഫ് സെക്കൻഡ്സ് എൻ്റെ നാവ് വേറെ എന്തൊക്കെയോ പറയാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ച് ഇതിനെ പറ്റിയിട്ട് കുറേയൊക്കെ മനസ്സിലായി, കുറച്ചൊക്കെ പ്രാർത്ഥനയുടെ ഇതൊക്കെ. പക്ഷെ ഞാൻ അതിന് യോഗ്യനല്ല എന്നുള്ളൊരു വിശ്വാസമായിരുന്നു എനിക്ക്, ഇങ്ങനെ കർത്താവിൻ്റെ വലിയ കൃപകൾക്കൊന്നും. എൻ്റെ നാവ് ഇങ്ങനെ വേറെന്തോ പറയാൻ തോന്നിയപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ നമ്മുടെ വായൊക്കെ ഡ്രൈ ആയി കഴിയുമ്പോൾ നാവ് ഇതാണ്. അപ്പം ഞാൻ മൈക്കിൻ്റെ അവിടെ നിന്ന് പിന്നിലേക്ക് നീങ്ങുന്നു, ശബ്ദിക്കാതെ. 2 പ്രാവശ്യം 3 പ്രാവശ്യം 4 പ്രാവശ്യം ഓരോ സമയം വേറെ എന്തൊക്കെയാണ് പറയുന്നത്. അതൊരു വലിയൊരു അനുഭവം. അത് തന്നെയല്ല, ആ സ്തുതിപ്പിൻ്റെ സമയത്ത് ഞാൻ എന്തോ ഒരു പ്രത്യേക ലോകത്തിലേക്ക് കടന്നു പോകുന്ന അനുഭവം ഉണ്ടായി. അപ്പം അച്ഛൻ അവിടുത്തെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ആത്മാവിൻ്റെ നിറവ് പലരിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. സമർപ്പണത്തിന് മുമ്പാണ്. അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം ഞാൻ കൗൺസിലിങ്ങിന് പോയി. എനിക്ക് മനസ്സിലായില്ല എന്താ പിടികിട്ടുന്നത്. പിന്നെ ഞാനിങ്ങനെ സ്തുതിപ്പ് നിർത്തിയാലും എനിക്കൊരു സംശയം, ഞാനത് ചെയ്ത് ശരിയായോ ഇല്ലയെന്ന്. അവിടെ ചെന്നപ്പോൾ ബ്രദർ നല്ലൊരു, എനിക്ക് പേര് ഓർമ്മ വരുന്നില്ല, വലിയ നല്ല വിഷനുള്ള ഒരു ബ്രദർ. ഞാൻ ചെന്നിരുന്നപ്പോഴേക്കും ആൾ പറഞ്ഞു, ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളിലേക്ക് കടന്നു വന്നു, നിങ്ങൾ സംശയിച്ചു അല്ലേ, നിങ്ങൾ സ്തുതിപ്പിൽ സംശയിച്ചു അല്ലേ. ഞാൻ പറഞ്ഞു, ബ്രദറിനെ എങ്ങനെ മനസ്സിലായേ? കുർബാന സമയത്തിന് നിങ്ങൾ ഒരുങ്ങിക്കോ, നിങ്ങളെ ഈ വരും കാലങ്ങളിൽ ദൈവം അത്ഭുതകരമായിട്ട് ഉപയോഗിക്കാൻ പോവുകയാണ്. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും മാനുഷികതയിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ എൻ്റെ ഹിന്ദി ലാംഗ്വേജൊക്കെ വളരെ മോശമാണ്. എനിക്ക് ഏറ്റവും വെറുപ്പുള്ളൊരു ലാംഗ്വേജാണ് ഹിന്ദി. അപ്പോൾ ഇത് പറഞ്ഞു, ഓക്കെ. പക്ഷേ പെട്ടെന്ന് ഞാൻ പറയുകയാണ്, ആ ബ്രദർ അന്ന് പറഞ്ഞതിൻ്റെ ഒരു പക്ഷെ 4 മടങ്ങ് കർത്താവിൽ നിന്ന് എന്നെ നോർത്ത് ഇന്ത്യയിൽ ഉപയോഗിക്കുക ബ്രദർ. എനിക്ക് വാസ്തവത്തിൽ ഇമോഷണലായിട്ട് പോവുകയാണ് ആ കാര്യം ഓർക്കുമ്പോൾ. അന്ന് ഞാൻ എന്ന് പറയുമ്പോൾ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. പക്ഷെ കാലങ്ങളിലായിട്ട് ദൈവം പ്രാർത്ഥന ഗ്രൂപ്പുകളിലൂടെയും. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ കർത്താവിന് വേണ്ടി നമ്മൾ വിശ്വസ്തനായിരിക്കും. ജോലി കഴിയുക, എവിടെ പ്രാർത്ഥന ഗ്രൂപ്പിൽ അന്ന് ബൈക്ക് ഓടിച്ചായിരുന്നത്. നമ്മുടെ ഒരു സഹോദരനുണ്ട്, എൻ്റെ ക്ലോസ് ആയിട്ടൊരു ഫ്രണ്ട് ഉണ്ട്, അദ്ദേഹത്തെ കൂട്ടി ഞങ്ങൾ ബൈക്കിൽ പല സ്ഥലത്തും പ്രാർത്ഥന നയിക്കാൻ പോകും. എവിടെ ആർക്കെങ്കിലും സുഖമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി പ്രാർത്ഥിക്കും. കാരണം എന്താണ്, നമ്മുടെ കഴിവൊന്നുമല്ല. കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യം എൻ്റെ മനസ്സിൽ എപ്പോഴും ചോദിക്കുന്നത്, ആരെനിക്ക് വേണ്ടി പോകും, ആരെനിക്ക് വേണ്ടി പോകും. കർത്താവ് നമ്മുടെ സൗന്ദര്യമോ നമ്മുടെ പഠിപ്പോ നമ്മുടെ വേറെ എന്തെങ്കിലും ഒന്നുമല്ല നോക്കുന്നത്, ആരെനിക്ക് വേണ്ടി പോകും. വേദനിക്കുന്ന ഹൃദയങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട് കർത്താവിന് സ്വരമായിട്ട് എനിക്ക് പോകാൻ സാധിക്കുമോ? എൻ്റെ കർത്താവ് എൻ്റെ കൂടെ വന്ന് അവരോട് സംസാരിക്കും. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. എൻ്റെ കർത്താവിന് വേണ്ടി അവരെ ഒന്ന് മാറോട് ചേർക്കാൻ സാധിക്കുമോ? കർത്താവ് മാറോട് ചേർക്കും അവരോട്. അതായത് അങ്ങ് പറഞ്ഞു വരുന്നതിൻ്റെ ആകത്തുക, യേശു ഒരു വ്യക്തിയായി ഇന്നും നമ്മുടെ കൂടെയുണ്ട്. ഒരു സാന്നിധ്യമായി തന്നെയുണ്ട്. ഒരു ആശയമോ ഒരു അറിവോ ഒരു ഉപദേശമോ ഒന്നുമല്ല, ഒരു വ്യക്തിയായി കർത്താവ് അത്രമാത്രം. ആരെല്ലാം മാറിപ്പോയാലും
ഒരിക്കലും വിട്ടുപിരിയാത്ത സ്നേഹിതനായി ഈ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഈ കർത്താവിന് വേണ്ടി ജീവിതം കൊടുത്താൽ ഒരുവനും ലജ്ജിക്കേണ്ടി വരത്തില്ല. ഒരുവനും ഒരു തരത്തിലും ഒരു കാരണവശാലും. അത്ര ധാരാളം അനുഭവങ്ങൾ അങ്ങയുടെ ജീവിതത്തിലുണ്ടല്ലോ. ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഓരോന്ന് പറഞ്ഞു. അങ്ങയുടെ കണ്ണിന്റെ കാഴ്ച ഈ 90% നഷ്ടപ്പെട്ടപ്പോഴും കർത്താവിന് വേണ്ടി ഓടുന്ന അങ്ങയുടെ അനുഭവങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പങ്കുവയ്ക്കാം. 2ാമത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് കടക്കണം. തീർച്ചയായും. പ്രിയ പ്രേക്ഷകര്, ജോയ് ജോൺ ബ്രദറിന്റെ ആ തീവ്രമായ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ കർത്താവ് ഒരു വ്യക്തിയായി തന്നെ കൂടെ ഇരുന്ന് സ്നേഹിക്കുക, ഒരിക്കലും മാറ്റമില്ലാത്ത സ്നേഹം. നമുക്കൊരു വീഴ്ച പറ്റിയാൽ പോലും ആ വീഴ്ചയിൽ നിന്ന് നമ്മെ താങ്ങിയെടുക്കുന്ന കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുക. നമുക്ക് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, വളരെ തീവ്രമായിട്ടുള്ള ദൈവാനുഭവങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. അതുവരെ കർത്താവിൻ്റെ കൃപയിൽ നമുക്കായിരിക്കാം. പ്രാർത്ഥനയോടെ വളരെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുപോകാം.